കണ്ണൂർ ജില്ലയിലെ തന്നെ സഹകരണ മേഖലയ്ക്ക് പൊൻതൂവലാകുന്ന ഒരു സ്ഥാപനമാണ് പയ്യന്നൂർ കോഓപ്പറേറ്റീവ് നഴ്സിംഗ് കോളേജ്. അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു കെട്ടിടം നിർമ്മിക്കാൻ പോവുകയാണ്. ബഹുനില കെട്ടിടം തന്നെയാണ് ഉദ്ദേശിക്കുന്നതും. പയ്യന്നൂർ മാത്തിലെ പൈപ്പിരിയത്ത് വിശാലമായ കുന്നിൻ മുകളിലാണ് അതിനൊരു സ്ഥലം ഒരുങ്ങിയിരിക്കുന്നത്. പ്രവൃത്തി ഉദ്ഘാടനം പയ്യന്നൂർ MLA ടി മധുസൂദനൻ നിർവഹിച്ചു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗിന് വേണ്ടി വൈപ്പിരിയത്ത് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനമാണ് ടി മധുസൂദൻ MLA നിർവഹിച്ചത്. പയ്യന്നൂർ സഹകരണ ആശുപത്രി പ്രസിഡന്റ് വി നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ സഹകരണ ആശുപത്രി വൈസ് പ്രസിഡന്റ് M ആനന്ദൻ സ്വാഗതം പറഞ്ഞു. സഹകരണ മേഖലയിൽ ഒരു നഴ്സിംഗ് കോളേജ് സാധാരണഗതിയിൽ ആരോഗ്യരംഗം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു വ്യാപാര മേഖലയാണ്. ഇതിലെന്താണ് ഈ സഹകരണ സംവിധാനങ്ങൾക്കുള്ള പ്രസക്തി, അതല്ലെങ്കിൽ പ്രാധാന്യം? ഇന്ന് കണ്ടിട്ടുള്ളൊരു വീഡിയോ യാദൃച്ഛികമായിട്ടാണ് കണ്ടത്. ഞങ്ങളുടെ ഈ ആശുപത്രി, പയ്യന്നൂർ സഹകരണ ആശുപത്രി തുടങ്ങുന്നതിന് മുൻപ് കേരളത്തിലെ പ്രധാനപ്പെട്ട സഹകരണ ആശുപത്രികളിലെല്ലാം ചെല്ലുകയാണ്. കണ്ണൂർ ജില്ലയിൽ അന്ന് പ്രധാനപ്പെട്ട 2 ആശുപത്രികൾ തലശ്ശേരി കോപ്പറേറ്റീവും കണ്ണൂർ AKGയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ള ഒരു പ്രദേശം പെരിന്തൽമണ്ണയാണ്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരും ഏറ്റവും ആധുനികമായ നിലയിൽ ലോകത്തിലെ ആരോഗ്യരംഗത്തോട് ചേർന്ന് പോകുന്ന സംവിധാനങ്ങളുമുള്ളൊരു പ്രദേശമാണ് പെരിന്തൽമണ്ണ. ഏതാണ്ടൊരു 25 നമ്മളീ തുടങ്ങുന്നതിന് കുറച്ച് മുൻപ് അവിടെ ആരംഭിച്ചിട്ടുള്ള ഒരു ആശുപത്രി VMSന്റെ പേരിലുള്ള ആശുപത്രി. ഞങ്ങളുടെ ആശുപത്രി സന്ദർശിക്കുകയുണ്ടായി. എങ്ങനെയാണ് ഇവരെ ഷെയർ മൊബിലൈസ് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഉണ്ണിയേട്ടൻ ഇവിടെയുണ്ട്. ഞങ്ങളൊക്കെയാണ് അന്ന് പെരിന്തൽമണ്ണയിൽ പോയത്. ഒരു വാടക കെട്ടിടത്തിലാണ് അവർ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പേഷ്യൻറ്റിനെ ഈ വെളിപ്പടിയിലൂടെ എടുത്തുകൊണ്ടു പോകുന്ന ഒരു നിലയായിരുന്നു. ഞങ്ങളത് അവിടെ ചെന്നപ്പോൾ അവരുടെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഷെയർ മൊബിലൈസേഷനുള്ള ഒരു കോഡ് വന്നാൽ ഒരു ദിവസം 5 കോടി രൂപയുടെയൊക്കെ ഷെയർ വരും. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇടങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകളുള്ള പ്രദേശമാണ് പെരിന്തൽമണ്ണ. അവർക്ക് പൈസക്കൊരു ക്ഷാമമില്ല. ഷെയർ കൊടുക്കുന്നത് നിർത്തലാണ് ഒരു ഘട്ടം കഴിഞ്ഞ്. പിന്നീട് വളരെ അത്യാവശ്യം വന്നാലാണ് ഷെയർ വീണ്ടും മാർക്കറ്റിലേക്ക് അവർ ഇറങ്ങുക. അതിനെക്കുറിച്ചിട്ടുള്ളൊരു വാർത്തയാണ് ഞാൻ ശ്രദ്ധയിൽ വന്നത്. ആരോഗ്യ മേഖലയിൽ ഇന്ന് വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. വന്നിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു. EMS ആശുപത്രി തുടങ്ങിയ ഘട്ടത്തിൽ അവിടെ OP ഫീസ് 40 രൂപയായിരുന്നു. അന്ന് അവിടെയുള്ള മറ്റു പ്രധാനപ്പെട്ടിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലെല്ലാം OP ഫീസ് 80 രൂപയാക്കി. നേരെ ഇരട്ടിയാക്കി. EMS ആശുപത്രി വന്നു, നന്നായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി. അവിടെയുള്ള ഈ സ്വകാര്യ ആശുപത്രികളെല്ലാം അവരുടെ OP ഫീസ് 80 ഉള്ളത് 60 രൂപയായിട്ട് കുറച്ചു. EMS ആശുപത്രി 40 രൂപയാണ്. 80 ഉള്ളത് അവർ 60 രൂപയായിട്ട് കുറച്ചു. കുറയ്ക്കുന്നതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ഞാനിവിടെ സ്വകാര്യ മൈക്കിലെ കൂടെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കുഞ്ഞിക്കൻ ഡോക്ടർ വേണ്ടി ഇരിക്കുന്നത്. കാരണം ഈ ഡോക്ടർമാർക്ക് ഒരു തരത്തിൽ സഹിക്കുന്ന കാര്യമില്ല OP ഫീസ് കുറക്കുക എന്നൊക്കെ പറയുന്നത്. കുഞ്ഞിക്കണ്ണ ഡോക്ടർ കൂടുതൽ പെടുന്ന ഒരാളായതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. അവിടെ ബസ് ടിക്കറ്റിന് കൂടി ചില ആളുകളുള്ള ഒരു ബസ് ടിക്കറ്റാണ് കൊടുക്കുക. അതിന് കൂടി ചികിത്സ കൊടുക്കുന്ന ഒരു മാതൃകാ ഡോക്ടറാണ്. അതായത് ഒരു ദിവസം ഉച്ച മുതൽ രാത്രി വരെ കാങ്കോൽ OPയിലിരുന്ന് ഞാൻ പറഞ്ഞ ഇത് ചാക്കില പൈസ കൊണ്ടെന്ന് ചോദിച്ചു. ചാക്കൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ അത് പിന്നിൽ വരുന്നതിൻ്റെ വലിയുണ്ട്. അപ്പോൾ ചിരിച്ചു. എന്നിട്ട് എന്നോട് അവിടെ കിട്ടിയിട്ടുള്ളതെല്ലാം കൂടിയിട്ട് ഒരു മേശപ്പുറത്ത് വെച്ചു.
ഉച്ച മുതൽ രാത്രി വരെ 100-150 ഒക്കെ രോഗികളെ നോക്കിയിട്ട് കിട്ടിയ പൈസ എടുത്തിട്ട് കൊടുക്കുകയാണ്. അതിൽ ബസ് ടിക്കറ്റ് ഉണ്ട്, ഡോക്ടറിൻ്റെ പണ്ട് എഴുതി കൊടുത്തില്ല പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, പിന്നെ ആകെ എണ്ണി നോക്കുമ്പോഴത്തേക്ക് 550 രൂപ. ഞാൻ പറഞ്ഞു നിങ്ങൾ അത്രയും സമയം എനിക്ക് തന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു 5 ഇരട്ടി പൈസ തരാം, നിങ്ങൾ പൈസ ഒന്നും വാങ്ങേണ്ട, അപ്പാട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ രംഗം എന്ന് പറയുന്നത് അത്രയും സങ്കീർണതയുള്ള നിലയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഒരു രംഗമാണ്. മെച്ചപ്പെട്ട നിലയിൽ അതിൻ്റെ സേവനം ജനങ്ങൾക്ക് നൽകി വരികയാണ്. ഇതിൻ്റെ ഇടയിലാണ് ഒരു സഹകരണ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനം പയ്യന്നൂരിൽ ആരംഭിക്കണം എന്ന ചർച്ച നടന്നത്. വളരെ മുമ്പേ തന്നെ അങ്ങനെ ഒരു ചർച്ച നടക്കുകയും അതിനുള്ള പരിശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രയോഗത്തിൽ വരുന്നത് ഈ കാലയളവിൽ ആണെന്ന വ്യത്യാസം തന്നെയാണുള്ളത്. ഇതിനെ മുൻനിർത്തി 2008 തന്നെ ഇങ്ങനെയൊരു മെഡിക്കൽ രംഗത്തെ വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിച്ചു കിട്ടുകയാണെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായ സ്ഥലം വേണം എന്ന ആലോചന നടത്തുകയും ആ ആലോചനയുടെ ഭാഗമായി 10 ഏക്കർ സ്ഥലം ഇവിടെ വിലക്ക് വാങ്ങി കൈവശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനോട് ചേർന്ന് റോഡിൻ്റെ സൗകര്യവും മറ്റു കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് 1.5 ഏക്കറയോളം സ്ഥലം ഇതിനോട് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അനസൂയ, പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സന്തോഷ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പവിത്രൻ ഡയരോത്ത്, വാർഡ് മെമ്പർ ജയശ്രീ, എം വി സുനിൽകുമാർ, സി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ സഹകരണ ആശുപത്രി സെക്രട്ടറി കെ പി സന്തോഷ് നന്ദി പറഞ്ഞു. ഫസ്റ്റ് വൺ സ്റ്റേറ്റ് മീഡിയ, പയ്യന്നൂർ.